എന്ത് നിഗമനത്തിലാണ്? എന്തോ BJPക്ക് അധികമായി വോട്ട് പോയി എന്ന നിഗമനത്തിൽ അങ്ങെത്തിയത്? അങ്ങയുടെ തന്നെ ഫ്ലോറിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ TVയുടെ തന്നെ നിങ്ങളുടെ റിസർച്ച് ടീം തയ്യാറാക്കി നിങ്ങൾ തന്നെ പ്രക്ഷോഭണം ചെയ്ത കണക്കെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചിട്ടല്ലേ അങ്ങ് ഈ നിഗമനത്തിൽ ഈ ഫ്ലോറിലിരുന്ന് പറയാവൂ? ഞങ്ങൾ ഈ പ്രചരണം അങ്ങയുടെ അതിൽ നിന്ന് ഞാൻ തുടങ്ങണം. ഇനി ഇടയ്ക്ക് ഇടപെടരുത്. അങ്ങയുടെ ചോദ്യം മുഴുവൻ ഞാൻ വളരെ നിന്നിരുന്ന് കേട്ട ഒരാളാണ്. അപ്പോൾ അങ്ങ് പറയാണ് നിങ്ങൾ ഈ പ്രചരണം നടത്തി, ജമാഅത്തെ ഇസ്ലാമി അവർ പോലും വിലമതിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിങ്ങൾ നടത്തിയൊരു പ്രചരണത്തിലൂടെ അതിൻ്റെ ഗുണം BJPക്ക്, അങ്ങനെ BJPക്ക് എന്ത് അധിക ഗുണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതായി നിങ്ങളുടെ കയ്യിൽ എന്ത് ഡേറ്റയാണുള്ളത്, എന്ത് കണക്കാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ആ വർത്തമാനം തന്നെ തെറ്റാണ്. ഇനി അങ്ങ് പറയാണ് രണ്ട് കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെ ഉയർത്തിപ്പിടിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഞാൻ വിട്ടുപോയി. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനിലേക്ക് വന്നു. ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ CPIMൻ്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIMനെതിരായിരുന്നല്ലോ, ശക്തമായ എതിരായിരുന്നു. അങ്ങനെ ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ശ്രീ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാകാം. ഓരോ പ്രശ്നത്തിലും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാകാം. ഞങ്ങളതിനെ അതിൻ്റെതായ നിലയിൽ കാണുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു, ആ പൊതുപരിപാടി വേറൊരു തരത്തിലല്ലേ പങ്കെടുക്കുക? അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകാം. വ്യത്യസ്തമായ അഭിപ്രായം ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്ന ആൾ അവരുടെ സംഘടന നടന്ന പരിപാടിയിൽ ഞങ്ങൾ പോവില്ലേ? ആ പരിപാടിയുടെ കോൺടെക്സ്റ്റിലായിരിക്കും അവിടെ സംസാരിക്കുക.